പശ്ചിമേഷ്യൻ മേഖലയിൽ നിലനിൽക്കുന്ന യുദ്ധപ്രതിസന്ധിക്കിടയിലും പ്രവാസികളെ പിഴിഞ്ഞ് വിമാന കമ്പനികൾ നടത്തുന്ന ടിക്കറ്റ് നിരക്ക് വർധനവിൽ കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന ആവശ്യം ശക്തം. പ്രതിസന്ധി ഘട്ടങ്ങളിൽ പ്രവാസികൾക്കൊപ്പം നിൽക്കുന്നതിനു പകരം 5 ഇരട്ടിയോളം തുക വർദ്ധിപ്പിച്ച് പ്രവാസികളെ ദുരിതത്തിലാക്കുകയാണ് വിമാന കമ്പനികൾ. പശ്ചിമേഷ്യൻ മേഖലയിൽ നിലനിൽക്കുന്ന യുദ്ധപ്രതിസന്ധികൾക്കിടയിലും പ്രവാസികളെ പിഴിഞ്ഞ് വിമാന കമ്പനികൾ നടത്തുന്ന ഈ ടിക്കറ്റ് നിരക്ക് വർധനവിൽ കേന്ദ്ര സർക്കാർ അടിയന്തരമായി തന്നെ ഇടപെടണം എന്ന ആവശ്യവും ഇപ്പോൾ ശക്തമാവുകയാണ്. ഈ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പ്രവാസികൾക്ക് താങ്ങാവേണ്ടതിന് പകരം 5 ഇരട്ടിയോളം തുക വർദ്ധിപ്പിച്ചുകൊണ്ട് അവരെ ദുരിതത്തിലാക്കുന്ന വിമാന കമ്പനികളുടെ നടപടിയാണ് ഇപ്പോൾ ഈ പ്രതിഷേധത്തിനും വഴിവെച്ചിരിക്കുന്നത്. നേരത്തെ കുറഞ്ഞ നിരക്കിൽ ബുക്ക് ചെയ്ത ടിക്കറ്റുകൾ പോലും ഇപ്പോൾ വിമാന കമ്പനികൾ ഏകപക്ഷീയമായി റദ്ദാക്കുകയാണ്. പിന്നീട് ആ ടിക്കറ്റുകൾ ഉയർന്ന നിരക്കിൽ മറ്റുള്ളവർക്ക് മറച്ചു വിൽക്കുന്നതായും പ്രവാസികളിൽ നിന്ന് വ്യാപകമായി തന്നെ പരാതി ഉയരുന്നുണ്ട്. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഗൗരവകരമായ അന്വേഷണം നടത്തണം. കേരളത്തിൽ നിന്ന് വിവിധ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള മടക്കയാത്രയ്ക്കാണ് വിമാന കമ്പനികൾ ഇത്തരത്തിൽ കൊള്ളവില ഈടാക്കുന്നത്. സാധാരണയായി അവധിക്കാലമോ ആഘോഷങ്ങളോ ഇല്ലാത്ത സമയത്ത് നിരക്ക് കുറയേണ്ടതിന് പകരം യുദ്ധ സാഹചര്യം മുതലെടുത്തുകൊണ്ടാണ് കമ്പനികളുടെ ഈ ഒരു നീക്കവും. നാട്ടിൽ അടിയന്തരാവശ്യങ്ങൾക്കായി എത്തിയ സാധാരണക്കാരായ പ്രവാസികളെയാണ് ഈ നിരക്ക് വർധനവ് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത്. ഗൾഫിൽ ചെറിയ ശമ്പളത്തിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് 2-3 മാസത്തെ ശമ്പളത്തിന് തുല്യമായ തുകയാണ് ഒരു ടിക്കറ്റിനായി നൽകേണ്ടിയും വരുന്നത്. ഇത് പ്രവാസി കുടുംബങ്ങളുടെ ബജറ്റുകളെ തന്നെ താളം തെറ്റിക്കുകയും പലരുടെയും മടക്കയാത്ര അനിശ്ചിതത്വത്തിലാക്കുകയും ചെയ്യുന്നതാണ്. കൃത്യസമയത്ത് തന്നെ ജോലിയിൽ പ്രവേശിക്കാൻ കഴിയാത്തതിനാൽ പലർക്കും ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥ പോലും ഉണ്ടാവുന്നുണ്ടെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് കുറഞ്ഞ നിരക്ക് ടിക്കറ്റുകൾ ലഭ്യമാക്കുമ്പോൾ മടക്കയാത്രയ്ക്ക് മാത്രം അമിത തുക ഈടാക്കുന്നത് വിമാന കമ്പനികളുടെ ആസൂത്രിതമായ കൊള്ളയാണെന്നാണ് പറയുന്നത്. ഇതിന് അറുതി വരുത്താൻ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും അടിയന്തരമായി തന്നെ ഇടപെടൽ ഉണ്ടാകണമെന്ന് തന്നെയാണ് ആവശ്യപ്പെടുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.